മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച ഹെലികോപ്റ്ററിന്റെ വാടക ചോദിച്ച് കേന്ദ്രമെത്തുന്ന വാർത്തയാണ്. 132 കോടി 61 ലക്ഷം രൂപ കേരളം ഉടൻ അടയ്ക്കണം എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പ്രതിരോധ മന്ത്രാലയം ഒക്ടോബറിൽ സംസ്ഥാനത്തിന് അയച്ച കത്തിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആർ റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആർ റോഷിപാൽ, വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് പ്രത്യേക പാക്കേജ് ഇനിയും കേന്ദ്രം അനുവദിച്ചിട്ടില്ല. ഇതിനിടയിലാണ് പ്രളയം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ എയർലിഫ്റ്റിംഗും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് 132 കോടി 61 ലക്ഷം രൂപയുടെ ഒരു ബില്ല് കേന്ദ്രം കേരളത്തിന് അയച്ചു കൊടുത്തിരിക്കുന്നത്. വിചിത്രമെന്നേ പറയേണ്ടു അല്ലേ റോഷിപാൽ? അരുൺകുമാർ, ഇത് സംസ്ഥാനം പ്രതീക്ഷിച്ചതാണ്. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ വലിയ ദുരന്തമായി മാറുന്ന ഘട്ടത്തിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിന് മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ കണ്ടതാണ് ആ ദുരന്ത മേഖലയിൽ പലയിടങ്ങളിലും ആർക്കും ചെന്നെത്താൻ പറ്റിയിരുന്നില്ല രക്ഷാപ്രവർത്തകർക്ക്. അവിടെയാണ് എയർലിഫ്റ്റിനുള്ള സഹായം, അത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റേത്, ഒപ്പം കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള ഹെലികോപ്റ്ററുകൾ അവർ എത്തി അവിടെ രക്ഷാപ്രവർത്തനം നടന്നു. മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഉൾപ്പെടെ പലയിടങ്ങളിലും വലിയ സഹായമുണ്ട്. പക്ഷെ അതിൻ്റെ ഉൾപ്പെടെ നേരത്തെ പ്രളയകാലം മുതൽ 2019 പ്രളയകാലം മുതൽ 2021 ഉൾപ്പെടെ എല്ലാ ബില്ലുകളും ചേർത്തുകൊണ്ട് 132 കോടി 61 ലക്ഷത്തി 98,733 രൂപയാണ് പ്രതിരോധ മന്ത്രാലയം അടക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ, ഈ വർഷം ഒക്ടോബർ മാസമാണ് ഇത്തരമൊരു കത്ത് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അയച്ചിരിക്കുന്നത്. അതിൽ ഓരോ ഘട്ടത്തിലും ഹെലികോപ്റ്ററിലൂടെ എയർലിഫ്റ്റ് ചെയ്ത് കൃത്യമായി പറയുന്നുണ്ട്. അത് 2019 ഫ്ലഡ് റിലീഫുമായി ബന്ധപ്പെട്ട കുടിശ്ശിക ഉൾപ്പെടെ അടച്ചു തീർക്കാനുള്ള നിർദ്ദേശമാണ് ഈ കത്തിലുള്ളത്. ഏതായാലും സംസ്ഥാനം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വേണ്ട വിധത്തിൽ കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ല, സഹായം പ്രഖ്യാപിച്ചില്ല എന്ന പരാതി ഉയർത്തുമ്പോൾ, അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു പരാതി കേന്ദ്രത്തിന് മുന്നിൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ അത് വലിയ ചർച്ചയായി മാറുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ കത്തും വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. ഏതായാലും 132 കോടി 61 ലക്ഷം രൂപ സർക്കാർ കണ്ടെത്തി എത്രയും പെട്ടെന്ന് പ്രതിരോധ മന്ത്രാലയത്തിൽ അടക്കണമെന്ന നിർദ്ദേശമാണ്. പ്രളയകാലം മുതൽ ഇങ്ങോട്ട് നമ്മളെ രക്ഷിച്ചെടുത്തതിനെല്ലാം കേന്ദ്രം ഒരു കണക്ക് ബില്ല് അയച്ചു കൊടുത്തിരിക്കുന്നു. 132 കോടി 61 ലക്ഷം രൂപയാണ് കേരളം അടയ്ക്കേണ്ടത്. പക്ഷേ ഇത് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്ന് അടയ്ക്കാൻ കഴിയും എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിരിക്കുന്നത്. കേന്ദ്രം തന്നെ തന്ന പണം നമ്മൾ തിരിച്ച് കേന്ദ്രത്തിന് ഹെലികോപ്റ്ററിന്റെ വാടക ഇനത്തിൽ തിരിച്ചു കൊടുക്കുന്നു എന്നർത്ഥം.